നമസ്കാരം. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലകളെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്രധാനപ്പെട്ട 3 ചുമതലകളാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് ഉള്ളത്. 21A രജിസ്റ്റർ ഓഫ് വോട്ട്സിൻ്റെ കസ്റ്റോഡിയനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. മായ്ക്കാൻ പറ്റാത്ത മഷിയുടെ കസ്റ്റോഡിയനും അദ്ദേഹം തന്നെ. വോട്ട് ചെയ്യുവാനുള്ള വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കി നൽകുന്നതും സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. 21A വോട്ട് രജിസ്റ്ററിന് 4 ഭാഗങ്ങളുണ്ട്. ആദ്യ കോളം ക്രമനമ്പറാണ്, രണ്ടാമത്തെ കോളം മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറാണ്, മൂന്നാമത്തേത് സമ്മതിദായകൻ്റെ ഒപ്പോ വിരലടയാളമോ പതിക്കാനുള്ള സ്പേസാണ്, നാലാമത്തേത് റിമാർക്സും. വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വായിക്കുന്ന മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. സൈൻ ചെയ്യുന്ന വോട്ടറാണെങ്കിൽ 3-ാം കോളത്തിൽ സൈൻ തന്നെ വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലാത്തവർക്ക് തമ്പ് ഇംപ്രഷൻ. റിമാർക്സ് കോളത്തിനകത്ത് അസ്വാഭാവിക സംഭവങ്ങൾ, നോട്ട് അലൗഡ് ടു വോട്ട്, റെഫ്യൂസ് ടു വോട്ട് തുടങ്ങിയവ രേഖപ്പെടുത്തുന്നു. മഷി പുരട്ടേണ്ടത് വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലാണ്. നഖത്തിൻ്റെ അറ്റം മുതൽ ആദ്യ മടക്ക് വരെയാണ് മഷി പുരട്ടേണ്ടത്. എണ്ണയോ കൊഴുപ്പോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനുള്ള തുണി അവർക്ക് നൽകേണ്ടതാണ്. മായ്ക്കാൻ പറ്റാത്ത മഷി വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. വോട്ടറുടെ വിരലിൽ സ്പർശിക്കരുത്. ഇടത് ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരലിലും, നടുവിരലില്ലെങ്കിൽ മോതിരവിരലിലും, പിന്നെ ചെറുവിരലിലും, പിന്നെ തമ്പ് എന്ന രീതി ക്രമത്തിലാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഇവയൊന്നുമില്ലെങ്കിൽ വലത് ചൂണ്ടുവിരലിൽ മഷി വെക്കാം. വലത് ചൂണ്ടുവിരലും ഇല്ലെങ്കിൽ വലതു നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, തള്ളവിരൽ. തുടർന്ന് വോട്ടർ സ്ലിപ്പ് നൽകേണ്ടതും സെക്കൻഡ് പോളിംഗ് ഓഫീസർ തന്നെയാണ്. രജിസ്റ്റർ ഓഫ് വോട്ട്സിലെ വോട്ടറുടെ ക്രമനമ്പറും മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറും ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ പോളിംഗ് ഓഫീസറുടെ ഒപ്പും. മണിക്കൂറുകൾ ഇടവിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടുകളുടെ കണക്ക് ചോദിക്കുമ്പോൾ ആകെ വോട്ടർമാരുടെ എണ്ണം കൊടുക്കേണ്ടത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലയിൽ പെടുന്നു. രജിസ്റ്റർ ഓഫ് വോട്ട്സ് നോക്കി ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം കാണാം. ഇതിൽ നിന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നൽകുന്ന സ്ത്രീ വോട്ടർമാരുടെ എണ്ണം മൈനസ് ചെയ്താൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം കണ്ടെത്താൻ സാധിക്കും. ഈ ഇലക്ഷനിൽ നല്ല ഒരു സെക്കൻഡ് പോളിംഗ് ഓഫീസറായി തിളങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.